ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാനാസ് സ്പൈസസ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ചായ കുടിക്കുന്നു. ഇതിൽ ചായക്ക് ഉണ്ടതാണെന്നറിയോ കടി? നല്ല പരിപ്പ് വട. പരിപ്പ് വടയാണ് എൻ്റെ ഫേവറേറ്റ് ചായയുടെ നേരത്തെ സ്നാക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ സിംഗപ്പൂർ പരിപ്പ് വട അങ്ങനെ വാങ്ങിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുക തന്നെ വേണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആയിട്ട് ഞാനിത് പല പ്രാവശ്യം പരീക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാലോ. ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പല ടൈപ്പ് ഉണ്ടാക്കി പലതരം പരിപ്പ് പരീക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന റെസിപ്പിയാണിത്. നല്ല കറമുറ എന്നുള്ള പരിപ്പ് വട. നല്ല പരിപ്പ് വട ഉണ്ടല്ലേ? കാണണ്ടേ എങ്ങനെയാണ് പരിപ്പ് വട ഉണ്ടാക്കുന്നതെന്ന്? പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് പരിപ്പാണ്. അപ്പോൾ പല പരിപ്പും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും പരിപ്പ് വട. ചനദാല്, കടലപ്പരിപ്പ്, തൂരപ്പരിപ്പും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പീസ് പരിപ്പ്. അപ്പോൾ നമ്മുടെ തട്ടുകടയിലൊക്കെ കൂടുതൽ കിട്ടുന്നത് ഈ പീസ് പരിപ്പ് എന്ന് പറയുന്ന ദാൽ വെച്ചിട്ടാണ്. അത് വടപ്പരിപ്പ് എന്നും പറയും, മട്ടർ ദാൽ എന്നും പറയും. ഞാൻ ഈ എല്ലാ പരിപ്പും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അളവെന്ന് വെച്ചാൽ 1 കപ്പ് എന്ന് വെച്ചാൽ 200 ഗ്രാം പീസ് പരിപ്പ്, 1 കപ്പ് ഈ പീസ് പരിപ്പിൻ്റെ കൂടെ 1/4 കപ്പ് കടലപ്പരിപ്പ്, ചനാദാൽ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നന്നായിട്ട് കഴുകി നല്ല വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂർ ഇത് സോക്ക് ചെയ്യാൻ വെക്കും. 2 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം ഇത് ഡ്രെയിൻ ചെയ്യണം നന്നായിട്ട് വെള്ളം പോകണം. അപ്പോൾ കുറച്ച് നേരം വെച്ചപ്പോൾ ഒരു അരമണിക്കൂർ ഏറ്റവും കുറഞ്ഞത് വെക്കണം. വെള്ളം നന്നായിട്ട് പോകണം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലും ഒരു കിച്ചൺ പേപ്പർ ഇതുപോലെ വിരിച്ചിടും. അപ്പോൾ ഒന്നും കൂടി വെള്ളമൊക്കെ വലിഞ്ഞിട്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ആ നടുക്കൊക്കെ വെള്ളം കൂടുതൽ നിൽക്കാറുണ്ട്. പിന്നെ ഇത് ഇവിടെ കാണിക്കുന്നത് ഞാനൊരു പ്രാവശ്യം തൂരപ്പരിപ്പും ചനദാലും രണ്ടും കൂടി ചേർത്തുണ്ടാക്കി. ആ പരിപ്പ് വട നന്നായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പീസ് ദാൽ കിട്ടാനില്ലെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാൻ പറ്റും. ഒന്നും കൂടി ടേസ്റ്റിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ പീസ് ദാൽ വെച്ച് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ പിന്നെ ഇതിന് വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 1.5 കപ്പ് ചുവന്നുള്ളി കേട്ടോ. പിന്നെ ചുവന്നുള്ളി അരിയാൻ മടിയുള്ളൊരു സവാള ഉപയോഗിക്കാം. അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 2 സവാള മതിയാവും. അപ്പോൾ പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ ടേസ്റ്റ് ലൈറ്റായിട്ട് വേണം, പക്ഷെ കൂടി പോകരുത്. കാരണം അപ്പോൾ കരിഞ്ഞ ടേസ്റ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരു 5 പിരിയൻ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവുള്ള ചെറിയ പച്ചമുളക് 3 എണ്ണം. പിന്നെ വേണ്ടത് 2 തണ്ട് കറിവേപ്പിലയും 2 തണ്ട് മല്ലിയില പലരും ചേർക്കാറില്ല, പക്ഷെ അത് ചേർക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ് പരിപ്പ് വടയ്ക്ക്. പിന്നെ ചിലർക്ക് ഇതിൽ പെരിഞ്ജീരകം കുറച്ച് ചേർക്കണത് ഇഷ്ടമാണ്, ഞാൻ ചേർക്കാറില്ല. അപ്പോൾ അത് താല്പര്യം പോലെ ചെയ്യാം. അങ്ങനെ ചുരുങ്ങിയത് അരമണിക്കൂർ ഡ്രെയിൻ ചെയ്ത് വെച്ച പരിപ്പാണ്. 2 പരിപ്പും ഒരുമിച്ച് സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. ഇതിൽ നിന്ന് ഒരു 3 വലിയ സ്പൂണ് പരിപ്പ് മാറ്റിയിട്ട് ഒരു ചെറിയ ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് പിന്നെ എടുക്കാം. ഇനി ഒരു ചോപ്പറാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ കൈകൊണ്ട് കൊത്തി അരിയുന്നതാണ് ഏറ്റവും നല്ലത്. മിക്സിയിലിട്ട് ഒന്ന് കറക്കണേലും നല്ലത്. അപ്പോൾ ഞാനിവിടെ ചെറിയ ചോപ്പർ എടുക്കാൻ കാരണം അത് ശരിക്കും കൈ കൊണ്ട് ചോപ്പ് ചെയ്ത എഫക്റ്റ് ഇത് വെച്ചിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് വെച്ച് ചെയ്തതാണ്. അപ്പോൾ കൈ കൊണ്ട് കൊത്തി അരിഞ്ഞാലും മതി കേട്ടോ. പിന്നെ മിക്സി ജാറിലിട്ട് കറക്കി എടുക്കണേക്കാളും നല്ലൊരു ടെക്സ്ചർ ഇതാണ്. മിക്സി ജാറിൽ പെട്ടെന്ന് ഒരു പേസ്റ്റ് പോലെ ആയിപ്പോവും. അങ്ങനെ ആവരുത്. ഇതുപോലെ ഇത്തിരി ഒരു ഫൈനലി ചോപ്ഡ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടണം. അങ്ങനെ ഈ ചോപ്പറിലും വെള്ളമൊന്നുമില്ല കേട്ടോ. വെള്ളമില്ലാത്ത ഡ്രൈ ചോപ്പറിലേക്കാണ് ഉള്ളി 2 ബാച്ചായിട്ട് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി ബാക്കിയുള്ളതും കൂടി ചേർക്കാം. ഉണക്കമുളക്, മല്ലിയില, പച്ചമുളക്, വേപ്പിലയും കൂടി ഇതിലേക്ക് തന്നെ ചേർക്കാം. ഞാനിപ്പോൾ മറന്നുപോയി, ഞാൻ പിന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത
ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ഈ ഉള്ളിയുടെ കൂടെ ചേർക്കാം. അപ്പോൾ ഉണക്കമുളക് കുറച്ച് വലിയ പീസസ് ബാക്കിയുണ്ട്, അതൊന്ന് പറക്കിയെടുക്കുകയാണ് ഞാൻ. പിന്നെയും ഒന്ന് കറക്കാം നമുക്ക്. അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു ടെക്സ്ചർ, അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരുപാട് വലിയ പീസും പാടില്ല, എന്നാൽ തീരെ അരഞ്ഞ് ഒരു പേസ്റ്റ് പോലെ തീരെ ആവരുത്. പിന്നെ ഒരു തവണ ഞാൻ പരിപ്പും ഈ ഉള്ളിയും എല്ലാം കൂടി ഒരുമിച്ചിട്ട് അടിച്ച് നോക്കി. ആ പ്രാവശ്യം പരിപ്പ് വട അത്ര നന്നായില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കാം. അപ്പോൾ ഈ നേരത്തെ മാറ്റി വെച്ച പരിപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പൊടിച്ചെടുക്കാത്ത പരിപ്പാണ്. അത് നമ്മുടെ പരിപ്പ് വടക്ക് ഫൈനലായിട്ട് കുറച്ച് ആ ഒരു വലിയ പരിപ്പുകൾ കാണില്ലേ ഇടയിൽ, അതിന് ഇത് അത്യാവശ്യമാണ്. ആ ടെക്സ്ചറിന് ക്രഞ്ചിനെസ്സും കിട്ടാൻ ഇത് നല്ലതാണ് എപ്പോഴും. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ മിനി ചോപ്പർ, ഇതുപോലത്തെ ചോപ്പറിലാണ്. അതിലാണ് ഞാൻ ഇനി പരിപ്പ് ഇട്ടിട്ട് തരിതരിപ്പായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മിക്സി ജാറിലും ചെയ്യാൻ പറ്റും. മിക്സി ജാറിലാകുമ്പോൾ കുറച്ചധികം പ്രാവശ്യം ചെയ്യേണ്ടി വരും, കുറച്ച് അളവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ മിക്സി ജാർ പെട്ടെന്ന് പൾസ് ചെയ്ത് ചെയ്യാൻ പാടുള്ളൂ. നേരെ ഓണാക്കിയാൽ കൂടുതൽ അരിഞ്ഞു പോവും പരിപ്പ്. അപ്പോൾ നേരത്തെ ആ വലിയ കഷ്ണങ്ങൾ ഉണക്കമുളക് ബാക്കി വന്നത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കറക്കിയതിന് ശേഷം ആ മുകളിൽ ഉള്ള പരിപ്പൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി അരയ്ക്കുന്നുണ്ട്. അപ്പോൾ കണ്ട തരിപ്പായി ഇതുപോലെ ഒരു ടെക്സ്ചറാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപ്പും അതുപോലെ തന്നെ ചെയ്യാം. വേപ്പില പച്ചമുളകൊക്കെ ചേർത്തപ്പോൾ ഇടാൻ മറന്നു, അത് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടെക്സ്ചർ, പരിപ്പിൻ്റെ ഒരു ടെക്സ്ചർ നല്ല തരിപ്പായിട്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ മിക്കപ്പോഴും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പരിപ്പ് വട ഫ്രൈ ചെയ്യാൻ നേരത്ത് അതിങ്ങനെ പൊട്ടി പോകും. അതിൻ്റെ കാരണം അതിൻ്റെ ബൈൻഡിങ് പോരാത്തതുകൊണ്ടാണ്. വെള്ളം കൂടി പോയാലും പരിപ്പ് വട പൊട്ടിപ്പോവും, ബൈൻഡിങ് പോരാണ്ട് വന്നാലും പരിപ്പ് വട പൊട്ടിപ്പോവും. അപ്പോൾ ഇതിന് വേണ്ടി ഒരു ടിപ്പാണ് എൻ്റെത്, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. കുറച്ച് പരിപ്പ് വേറെ എടുക്കുക, ഒരു 3 പിടി ഇതുപോലെ. ഇതിനി മിക്സി ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ പോവുകയാണ്, ഇത്രയും അളവിൽ മാത്രം. അതിനൊരു 2 സ്പൂൺ വെള്ളം ചേർക്കണുള്ളൂ കേട്ടോ ഞാൻ, നല്ല പേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടുതലാവരുത് ഒരിക്കലും. ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഒരു കട്ടി ഉള്ളൊരു പേസ്റ്റ്. ഇത് നമുക്ക് ഒരു ഗ്ലൂ ആയിട്ട് മാറും നമ്മുടെ പരിപ്പ് വട ബൈൻഡ് ചെയ്യാൻ സമയത്ത്. അപ്പോൾ ഇത് കണ്ടാലറിയാം തീരെ വെള്ളം കൂടിയിട്ടില്ല, നല്ല കട്ടിയുള്ള പേസ്റ്റാണ്, നനവൊന്നും ഇല്ലാത്ത പേസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി മിക്സ്ചറിലേക്ക് നമ്മൾ തരിപ്പായിട്ട് മിക്സ് ചെയ്ത പരിപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കാൻ പോണ്. ഇതിൻ്റെ കൂടെ ആ 3 പിടി വെച്ചിട്ടുണ്ടാക്കിയ പരിപ്പിൻ്റെ പേസ്റ്റും കൂടി. ഇതാണ് ഇതിൻ്റെ ഒരു ടിപ്പ്. ഒരുപാട് പേർക്ക്, എനിക്കും ഞാൻ പലപ്പോഴും ഉണ്ടാക്കി നോക്കിയിട്ട് പറ്റാറുള്ളൊരു ഇതാണ്. പരിപ്പ് വട ഇങ്ങനെ കൂടാതെ പൊട്ടി പോവും എണ്ണയിലേക്ക് ഇടുമ്പോൾ. അതിൻ്റെ അപ്പോൾ ഈ ബൈൻഡിങ് ആയിട്ട് ഈ കുറച്ച് പരിപ്പ് അരച്ച് ചേർക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാണ്ട് ഒപ്പിക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഈ ഒരു മിക്സ്ചറിന് വെച്ചാൽ ഒരു ടീസ്പൂണോളം ഉപ്പ് വേണ്ടി വരും. ഇത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യണം. ടേസ്റ്റ് നോക്കിക്കോളൂ. ഈ സമയത്ത് ആ പരിപ്പ് വടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടണം, നല്ല ഉപ്പുണ്ടാവണം. അപ്പോൾ കണ്ടില്ലേ ഒരുമിച്ച് ഇങ്ങനെ ബൈൻഡായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പിടി ഉണ്ടാക്കുമ്പോൾ അതുപോലെ നിൽക്കണം. ഇനി പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പരിപ്പ് വട ഉണ്ട്. ഇത് കൂടുതൽ നേരം ഇരുന്നാൽ ആ ഗ്രൈൻഡ് ചെയ്ത ഇൻഗ്രീഡിയൻസിൽ നിന്നൊക്കെ എന്തോ വെള്ളം പോലെ ഇത്തിരി ഇറങ്ങും. ആ ഉള്ളി കുറച്ചും കൂടി ലൂസാവും കുറച്ച് നേരം ഇരുന്നാൽ. പിന്നെ നമ്മുടെ പരിപ്പട ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ സമയത്ത് തന്നെ അടുപ്പത്ത് എണ്ണ ചൂടാവുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നല്ല വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്.
അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ഒരുപാട് കൂടുതൽ ചൂടും വേണ്ട, എന്നാൽ നന്നായിട്ട് ചൂടാം. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഈ വെളിച്ചെണ്ണ. അപ്പോഴാണ് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടുന്നത്. ഇനി ഈ പരിപ്പ് വട ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി നനയ്ക്കാം. എന്നിട്ട് ഒരു പിടി എടുത്തിട്ട് നമ്മുടെ കൈയിൻ്റെ സൈസ് അനുസരിച്ചിട്ടുള്ള പിടി എടുക്കാവൂ. ഈ കൈയിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇതുപോലെ നമസ്കാരം ചെയ്യണ പോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം. ഭയങ്കര ടൈറ്റായിട്ട് പ്രസ് ചെയ്യാനും പാടില്ല, എന്നാൽ നല്ല ഫേമായിട്ട് പ്രസ് ചെയ്യണം. അപ്പോൾ പരിപ്പ് വടയുടെ ഷേപ്പ് കിട്ടും. അപ്പോൾ പരിപ്പ് വട ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് ഇത്തിരിയും കൂടി ഫ്ലാറ്റായിട്ട് വരും. എന്നിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ട് ഒന്ന് സൈഡൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ഷേപ്പിന് വല്ല തകരാറ് തോന്നിയാൽ. അപ്പോൾ പരിപ്പ് വട ഒരിക്കലും കട്ട്ലറ്റ് ഷേപ്പ് ചെയ്യണ തരത്തിൽ ഷേപ്പ് ചെയ്യരുത്, ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് കിട്ടേണ്ടത്. എന്നിട്ട് നമുക്ക് ആ ചൂടുള്ള എണ്ണയിലേക്ക് പതുക്കനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് വളരെ ഹൈ ഫ്ലെയിം ആയിരിക്കരുത്, ഒരു മീഡിയം ഫ്ലെയിം ആയിരിക്കണം. ചൂട് കൂടുതൽ എപ്പോഴെങ്കിലും തോന്നിയാൽ നമുക്കതനുസരിച്ച് കുറയ്ക്കാം, കൂട്ടാം, അങ്ങനെയൊക്കെ അതൊന്ന് ശ്രദ്ധിക്കണം. പരിപ്പ് വട ആദ്യം ഇട്ട ഉടനെ ഒട്ടും തന്നെ നനക്കരുത്. കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടാൻ പാടുള്ളൂ. അങ്ങനെ തിരിച്ച് മറിച്ചും പിന്നെ ഗോൾഡൻ നല്ല പരിപ്പ് വടയുടെ കളർ ഗോൾഡൻ കളർ ആവണ വരെയും ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു നല്ല കളർ. പിന്നെ കിച്ചൺ പേപ്പർ മിൽക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെയാണ് ഇങ്ങനെ എല്ലാ പരിപ്പ് വടയും പ്രസ് ചെയ്തെടുക്കുന്നത്. കൈക്ക് ഒരു ചെറിയ നനവ് പാടുള്ളൂ, എല്ലാ പ്രാവശ്യവും കൈ നനയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഒരു നനവ് നിന്നാൽ മതി, അപ്പോഴേ പ്രസ് ചെയ്യാൻ കുറച്ചും കൂടി ഹെൽപ്പ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഈ ചീനിച്ചട്ടിയുടെ സൈസ് അനുസരിച്ച് ഞാനൊരു 3 എണ്ണം ഒരു സമയത്താണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കൂടുതലും അങ്ങോട്ട് കയറ്റാറില്ല. പിന്നെ കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്യാൻ ഷേപ്പ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ട് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അച്ച് പോലത്തെ ചെറിയൊരു പാത്രം ഇതുപോലത്തെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതാവുമ്പോഴേ അതിൻ്റെ എഡ്ജസ് ഇത്തിരി കയറിയതാണ്, ഇത് ഹെൽപ്പ് ചെയ്യും കുറച്ചും കൂടി. അപ്പോൾ ഒരു വലിയ പിടി എടുക്കാം, ഇതിൽ വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് പ്രസ് ചെയ്യാം. സൈഡൊക്കെ ഒന്നും കൂടി ഷാർപ്പായിട്ട് കിട്ടും. എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉണക്കമുളകും ഇഞ്ചിയും ഒരുപാട് കൂടരുത്. ഇത് കൂടുമ്പോൾ നമുക്ക് ഈ കരിഞ്ഞ സൈഡ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ തീ കൂടിപ്പോയാൽ എപ്പോഴും അത് ഇടയ്ക്കിടയ്ക്കൊന്ന് അഡ്ജസ്റ്റും ചെയ്യണം. പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റൂല, ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് റെസിസ്റ്റ് ചെയ്യാൻ. നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ല പരിപ്പ് വട. പിന്നെ ഈ പരിപ്പ് വട കുറച്ച് നേരം ഇരുന്നാലും ക്രഞ്ചിനെസ് പോവാറില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇരിക്കുക, രാത്രി വരെയൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് കേടില്ലാണ്ട് ഇരിക്കാറുണ്ട്. ഇനി പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഇത്രയും പരിപ്പ് വട ഉണ്ടാക്കി വരുമ്പോൾ ആ അവസാനത്തെ പരിപ്പ് വട ആകുമ്പോഴേക്കും ചിലപ്പോൾ ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായി തുടങ്ങിയെന്ന് വരും. ആദ്യത്തേതിൻ്റെ അത്ര എളുപ്പമായിട്ടായിരിക്കില്ല ചിലപ്പോൾ ഇത് ഷേപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എങ്ങാൻ സംഭവിക്കുകയാണെങ്കിൽ, അത് വരണമെന്നില്ല, അങ്ങനെ വരണമെങ്കിൽ എൻ്റെ ഒരു ടിപ്പാണ്, 1 കപ്പ് ഈ വട മിക്സ്ചറിന് വേണ്ടിയിട്ട് 1 സ്പൂൺ അരിപ്പൊടി, 1 സ്പൂൺ മാത്രം മതി. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഷേപ്പ് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ലാണ്ട്. പിന്നെ പരിപ്പ് വട നമസ്കാരം ചെയ്ത് ഷേപ്പ് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചൂടോടുകൂടി നല്ല ചായയും വെച്ചാൽ പരിപ്പ് വടയും ചായയും റെഡി. എൻ്റെ അത്രയും പരിപ്പ് വട നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ വീട്ടിലുണ്ടാക്കി നോക്ക്. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു പണിയാണെന്നാൽ ചായയുടെ നേരത്ത് നല്ല ചൂട് പരിപ്പ് വട കണ്ടാൽ കഴിക്കാൻ തോന്നാത്ത ആൾക്കാർ ചുരുക്കമാണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വിവരം അറിയിക്കണം കേട്ടോ. കമൻറ്റ് സെക്ഷനിൽ അഭിപ്രായങ്ങൾ പറയാം. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.